അദ്ദേഹം സഭകളുടെ തിണ്ണനിരങ്ങാൻ പോകില്ല എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മത സ്ഥാപനങ്ങളുടെ തിണ്ണനിരങ്ങാൻ പോകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ സഭകളിലേക്ക് അദ്ദേഹം പോയി, സഭാധ്യക്ഷന്മാരെ കാണാൻ പോയി. പക്ഷേ NSSനെയും SNDPയും പോലുള്ള സ്ഥാപനങ്ങൾക്ക് എതിരെ ശക്തമായ ഒരു ആക്രമണവും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് ഏത് രീതിയിലായിരിക്കും? കാരണം ഒരു മതേതരത്വം എന്ന് പറയുമ്പോൾ എല്ലാവരെയും ഒരുപോലെ കാണണം. അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് മതേതര സമൂഹമാണ് കേരളമെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാട് സത്യസന്ധമായി പറഞ്ഞാൽ എത്രത്തോളം മതേതരമാണ് എന്നാണ് അങ്ങേക്ക് തോന്നിയിട്ടുള്ളത്? രണ്ട് കാര്യമുണ്ട്. ഒന്നാമത്, ഈ ഹിന്ദു സമുദായ സംഘടനകൾക്ക് അങ്ങനെ വലിയ പൊളിറ്റിക്കൽ ബാർഗൈനിങ് പവറോ അല്ലെങ്കിൽ ആ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ക്ലൗട്ട് അവകാശപ്പെടാൻ പറ്റില്ല. ഇപ്പം NSS പറഞ്ഞനുസരിച്ചിട്ടുള്ള നായന്മാർ കൂട്ടിയത്. സതീശൻ തന്നെ നായർ സമുദായ അംഗമാണ്. പക്ഷേ NSSുമായിട്ട് അദ്ദേഹം വളരെ അകൽച്ചയിലാണ്. ഇപ്പോഴല്ല, മുമ്പോട്ടേ അകൽച്ചയിലാണ്. അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിൽ അംഗമാകാതിരുന്നത് എന്തുകൊണ്ടാണ്? NSSൻ്റെ പിന്തുണ VS ശിവകുമാറിനായിരുന്നു. ഇദ്ദേഹത്തിന് കിട്ടിയില്ല. അപ്പോൾ തന്നെ അറിയാമല്ലോ എന്താണ് അദ്ദേഹം പോയത്, മറ്റേ അദ്ദേഹത്തിന് കിട്ടിയത്. അപ്പോൾ ഇങ്ങനൊരു സംഗതി അവിടെ ഉണ്ട്. പിന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും വളരെ മോശം ബന്ധമാണ്. ആർക്ക്? വേണുഗോപാലിനും അതെ, സതീശനും അതെ.